അപ്പോൾ നമ്മുടെ തങ്കമ്മ അമ്മച്ചി വന്നു. ഇനി താറാവ് കറിയാണോ മപ്പാസൊന്നും കറിയൊന്നും പറയും, ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, ഞാൻ പെട്ടുപോയതിനാലും ഇപ്പം ഞാൻ കറിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഓൾറെഡി എന്നാ ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് നമ്മൾ വഴറ്റിയിട്ട് താറാവ് അതിനകത്തോട്ട് കുടഞ്ഞിട്ട് ഇളക്കി അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ തേങ്ങാപ്പാൽ ഒഴിക്കുക. പിന്നെ ഇച്ചിരി കരിയാപ്പിലയും മസാലപ്പൊടി ഉപ്പ് വരങ്ങി ഉപ്പും കുരുമുളക് പൊടി ആദ്യം ഇടണ്ടേ അതേ ഇടാം. മസാലപ്പൊടി എത്ര ഇടണം കിട്ടോ? ഞാൻ ഇട്ടിട്ട് ഞാൻ അത് സാരമില്ല, എന്നാന്നറിയാം എനിക്ക് കഴിക്കണ്ട, അതുകൊണ്ടാ. ആയിക്കോട്ടെ. നോക്കാവോ? കൈ പൊള്ളുവോ? ഇച്ചിരി ഉള്ളട്ടെ. ഇല്ല ഉണ്ടോ? കരിയാപ്പില ഇടുവാണേ. കറിവേപ്പില ഇട്ടു. കുരുമുളക് പൊടി ഇത്തിരി എരി വേണോ? വേണ്ട, ശകലം കിടക്കട്ടെ. ഇനി ഇത് നമുക്കിടാം. ഇതെല്ലാം ഇട്ടു. തക്കാളി ക്യാരറ്റും നമ്മൾ ഇടുകയാണ്. വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കണം. ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശകലം ഒഴിക്കണം. മതി. വേറെ എന്താണ്? നമുക്ക് ഉപ്പല്ലേ ഉള്ളു. ഇനി ഉപ്പ് പക്ഷേ ഓൾറെഡി കുറച്ചുണ്ട്. ശകലം ഇട്ടേ, നമ്മളിപ്പം വെള്ളം ഇട്ടല്ലേ, അതും തുള്ളി കിടന്നോട്ടെ. ആയിക്കോട്ടെ. ഇപ്പൊ എന്തോ ഇടണത്? ഇട്ടെന്നൊരു പേര്. ഇട്ടെന്നൊരു പേര് അല്ലേ? എനിക്ക് സംഭവം തിളച്ച് വരുമ്പോ ഇതിന്റെ റൂട്ട് മാറും. ഇനിയിപ്പോ ഇത് കുറച്ച് പറ്റിക്കുമോ അതോ? ഇല്ല, പറ്റണ്ട. പറ്റണ്ട, ഇതുപോലെ തന്നെ. നമ്മുടെ താറാവ് മപ്പാസ് ഇരുന്ന് അങ്ങ് തിളക്കുവല്ലേ അമ്മച്ചി? തിളക്കുക. ഇനി ഇച്ചിരി ചോറ്, കുത്തരി ചോറൂടെ കിട്ടി അതിനകത്തോട്ടങ്ങ് ഒഴിച്ച് ഒരു പിടുത്തം ഒന്ന് പിടിക്കണം അല്ലേ? ഓക്കെ, സംഭവം തിളച്ച് ലെവലായിട്ടുണ്ട്. നിർത്തിക്കോ. സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി നോക്കട്ടെ, ഉപ്പും എല്ലാം നോക്കട്ടെ. ചാറെടുത്ത് നോക്കാം. അങ്ങനെ പൊള്ളത്തില്ല. ഇച്ചിരി പൊള്ളിക്കോട്ടെ. ശകലം പൊള്ളത്തില്ലെന്നോ? നാക്കിലൊന്ന് ഊതിട്ട് എന്നാലും പൊളിച്ച് നല്ല കേട്ടോ, ടേസ്റ്റ്. ഉഗ്രണം. ചുമ്മാതല്ല, ശകലം ഒന്ന് പൊള്ളിയെങ്കിലും സംഭവം കൊള്ളാം. ഞാൻ അതും കൂടെ ചേർത്ത് ചോറ് കൂട്ടിയിട്ട് പിടുത്തം പിടിക്കും. അപ്പം നമ്മുടെ തങ്കമ്മച്ചിയുടെ താറാവ് മപ്പാസ് റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ ക്രൂ എല്ലാം കൂടെ കൂടി ഇത് ഒന്നാഞ്ഞ് ചോറ് കൂട്ടി പിടിക്കാൻ നിൽക്കുകയാണ്. നാലിലൊന്ന് സാധനമേ വന്നിട്ടുള്ളൂ. ഇതെല്ലാം കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മുടെ സ്പെഷ്യൽ 2 ഐറ്റം എന്ത് കഴിച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ. നമുക്കാദ്യം നമ്മുടെ വരാൽ പൊള്ളിച്ചതങ്ങ് തുറക്കാം. പൊളിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു പീസ് എന്നായാലും കൊതിയന്മാരാണ് നിൽക്കണം ചുറ്റിനും. എല്ലാത്തിൻ്റെ മുമ്പ് വെച്ച് ഞാൻ തിന്നു. എൻ്റെ അവസ്ഥ എന്നാവുമെന്ന് എനിക്കറിയത്തില്ല. കിടുക്കി പൊളിച്ചു കേട്ടോ, ഒരു രക്ഷയില്ല. ബീച്ചേട്ടാ, നിങ്ങൾ പൊലിയണം. ഓക്കെ, ഇനി നമ്മുടെ താറാവ് മപ്പാസിൻ്റെ ഒരു ശകലം പിടിക്കാം. സാധാരണ ഭക്ഷണം ഉണ്ടാക്കുന്ന കൂടെ നിൽക്കുന്നവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എന്നാലും കണ്ടപ്പോൾ കൊതി കൊണ്ട് ഞാനിന്ന് കഴിച്ചു പോവാം. പൊളിച്ച് മൊത്തേ പറയാനില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് രണ്ടും ഞാൻ കഴിച്ചെങ്കിലും കൂട്ടത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒന്ന് കപ്പയാണ്, ചൂരക്കറി, നമ്മുടെ കക്കയിറച്ചി, ബീഫ്, ഉഴുവൽ, അതിന് കൂടുതൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് രസവും മോരുകറിയും. അപ്പം നമുക്ക് ചോറ് കൂട്ടി ഒന്ന് പിടിച്ച് നോക്കാം. എടേ പോയി ഒന്ന് പോടാ, ഞാൻ കഴിച്ചോട്ടെ.